ഇത്തവണ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ തകർത്തുകൊണ്ടാണ് 2020 ലോകകപ്പിൽ സെമിയിലേക്ക് എത്തിയത്. എല്ലാ കാലത്തും പ്രവചനങ്ങൾക്ക് അതീതമായ ഒരു ടീമായിരുന്നു വെസ്റ്റ് ഇൻഡീസ്. ലോകത്തെ ഏത് വമ്പൻ ടീമിനെയും അടിച്ച് താഴെയിടും, അല്ലെങ്കിൽ നേപ്പാൾ, ഹോളണ്ട് പോലെയുള്ള ടീമുകളോട് അവർ തോൽക്കുകയും ചെയ്യും. ഇതായിരുന്നു ആ ടീമിന്റെ അവസ്ഥ. വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റിൽ രാജാക്കന്മാരായി വിലസിയ ഒരു കാലവും ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 ലോകകപ്പും നേടിയത് അവർ തന്നെയായിരുന്നു. മൂന്നാമത്തെ ലോകകപ്പിലും ഫൈനലിൽ എത്തിയ വെസ്റ്റ് ഇൻഡീസിനെ അട്ടിമറിച്ചാണ് ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് കിരീടം ഉയർത്തുന്നത്. ക്യാപ്റ്റൻ ക്ലൈവ് ലോയിഡും ഹെൽമറ്റ് വെക്കാതെ ഫാസ്റ്റ് ബൗളർമാരെ അടിച്ചു പറത്തുന്ന വിവിയൻ റിച്ചാർഡ്സും ഗ്രീനിഡ്ജും ഒക്കെ അടങ്ങുന്ന ബാറ്റിംഗ് നിരയും മൈക്കൽ ഹോൾഡിംഗ്, മാൽക്കം മാർഷൽ, ആൻഡി റോബർട്ട്സ്, ജോയൽ ഗാർണർ എന്നിങ്ങനെയുള്ള ലോകോത്തര ബൗളർമാരുമായി ക്രിക്കറ്റ് ലോകം ഭരിച്ച ഒരു കാലം വെസ്റ്റ് ഇൻഡീസിനുണ്ടായിരുന്നു. പിന്നീട് ഒന്ന് പുറകോട്ട് പോയെങ്കിലും റിച്ചി റിച്ചാർഡ്സൺ, കോർട്ട്നി വാൽഷ്, ബ്രയാൻ ലാറ, ചന്ദ്രപൂൾ, അംബ്രോസ് എന്നിങ്ങനെ മികച്ച കളിക്കാർ അവർക്കുണ്ടായിരുന്നു. വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ടീം അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തകർച്ച നേരിട്ടു. പിന്നീട് ജേസൺ ഹോൾഡർ ആയിരുന്നു അവരെ നയിച്ചത്. ആന്ദ്രെ റസൽ, സുനിൽ നരേൻ, നിക്കോളാസ് പൂരൻ തുടങ്ങിയ വമ്പൻ താരങ്ങളൊക്കെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ടീമിനെ കൈവിട്ട സമയമായിരുന്നു. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡുമായുള്ള പ്രശ്നങ്ങളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും മറ്റ് വമ്പൻ താരങ്ങൾ മാറി നിന്നപ്പോൾ ഹോൾഡർ മാത്രമാണ് ടീമിനൊപ്പം നിന്നത്. പലരും പറയുന്നത് നിക്കോളാസ് പൂരനൊക്കെ രാജ്യത്തേക്കാൾ പണത്തെ സ്നേഹിച്ചു എന്നൊക്കെയാണ്. പണത്തിനും ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന്റെ പ്രതാപത്തിനും പിന്നാലെ അവർ പോയപ്പോൾ സ്വന്തം രാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചില്ല, സ്വന്തം രാജ്യത്തിന്റെ ജേഴ്സിയെ അവർ സ്നേഹിച്ചില്ല എന്ന രീതിയിലൊക്കെയാണ് പലരും കഥകൾ എഴുതിവിട്ടത്. എന്നാൽ നിക്കോളാസ് പൂരൻ എന്ന താരം തന്റെ പീക്ക് ഫോമിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ 29 വയസ്സ് മാത്രം ഉള്ളപ്പോൾ വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ഏറ്റവും അധികം T20 മത്സരങ്ങൾ കളിച്ച നിക്കോളാസ് പൂരൻ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. വെസ്റ്റ് ഇൻഡീസിനായി T20യിൽ ഏറ്റവും അധികം റൺസ് നേടിയ താരം കൂടിയാണ് നിക്കോളാസ് പൂരൻ. T20 ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും അധികം സിക്സറുകൾ പറത്തിയ താരമെന്ന ലോക റെക്കോർഡും നിക്കോളാസ് പൂരന്റെ പേരിലാണ്. 2015 നിക്കോളാസ് പൂരൻ 19 വയസ്സുള്ളപ്പോൾ ഒരു വലിയ കാർ അപകടത്തിൽപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ 2 കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റു. ഇടതുകാലിന്റെ മുട്ടിന് താഴെ എല്ലുകൾ പൊട്ടിയിരുന്നു. വലതുകാലിലെ ലിഗ്മെന്റുകൾ പൂർണ്ണമായും തകർന്നു. 2 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഡോക്ടർമാർ പറഞ്ഞത് ചിലപ്പോൾ നടക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ ഒരിക്കലും ക്രിക്കറ്റ് കളിക്കാൻ കഴിയില്ല എന്നായിരുന്നു. എന്നാൽ അപകടം നടന്ന് കൃത്യം 18 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിനായി അരങ്ങേറ്റം കുറിച്ചു. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ T20 ബാറ്റർമാരിൽ ഒരാളായി നിക്കോളാസ് പൂരൻ മാറി. ഇനി അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹത്തെക്കുറിച്ച് പറയാം. ഈ വെസ്റ്റ് ഇൻഡീസ് എന്നത് നമ്മൾ കേൾക്കുന്നത് പോലെ ഒരു രാജ്യമല്ല. അതുകൊണ്ട് തന്നെ അത് നിക്കോളാസ് പൂരന്റെ സ്വന്തം രാജ്യവുമല്ല. കരീബിയൻ കടലുള്ള ഒരു കൂട്ടം ദ്വീപുകളെയും രാജ്യങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് വെസ്റ്റ് ഇൻഡീസ് എന്നത്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന ഇരട്ട ദ്വീപാണ് നിക്കോളാസ് പൂരന്റെ രാജ്യം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കുന്ന വെസ്റ്റ് ഇൻഡീസ് എന്നത് 10ഓളം സ്വതന്ത്ര രാജ്യങ്ങളും അല്ലാത്ത ചില പ്രദേശങ്ങളും ഒത്തുചേർന്ന് രൂപീകരിച്ച ഒരു സ്പോർട്സ് ഫെഡറേഷനാണ്. ക്രിക്കറ്റ് കളിക്കളത്തിൽ ഇവർ ഒന്നാണെങ്കിലും ഒളിമ്പിക്സിലോ മറ്റ് കായിക ഇനങ്ങളിലോ ഇവർ വെസ്റ്റ് ഇൻഡീസ് എന്ന പേരിൽ ഇറങ്ങാറില്ല. ജമൈക്ക, ബാർബഡോസ് എന്നിങ്ങനെ തനിച്ചുള്ള രാജ്യങ്ങളെയാണ് ഇവർ മത്സരിക്കുന്നത്. ഇവർക്ക് സ്വന്തമായി ഒരു ദേശീയ ഗാനമില്ല. പകരം ക്രിക്കറ്റ് ആന്തം ആണ് ഉപയോഗിക്കാറുള്ളത്. ഈ ദ്വീപസമൂഹത്തിൽ പണ്ട് കരിമ്പ് കൃഷിക്കായി ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയതും പോയതുമായ തമിഴ്, ബീഹാറി ആളുകളും ഒരുപാടുണ്ട്. ഇന്ത്യൻ വംശജരായ ബിസിനസ്സുകാരും അവിടെയുണ്ട്. അവരുടെ പിൻതലമുറയും അവിടെ ഇഷ്ടം പോലെയുണ്ട്. അവരിൽ പലരും വെസ്റ്റ് ഇൻഡീസ് ടീമിൽ കളിച്ചിട്ടുമുണ്ട്. ശിവനാരായണൻ, ചന്ദ്രപോൾ, രാം നരേഷ് സർവനൊക്കെ അതിൽപ്പെടുന്ന കളിക്കാരാണ്. ക്രിക്കറ്റിനായുള്ള ഒരു സംഘടനയാണ് വെസ്റ്റ് ഇൻഡീസ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളെ പോലെ രാജ്യസ്നേഹം അവിടെ ഉണ്ടാകില്ല. അവർക്കത് പ്രകടിപ്പിക്കേണ്ട ആവശ്യവുമില്ല. കളിക്കാരുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് വെസ്റ്റ് ഇൻഡീസ് ടീം.